Hi everyone, this is Sipa. അപ്പോൾ cbse എക്സാംസും സ്റ്റേറ്റ് സ്കൂളത്തെ എല്ലാ എക്സാംസും മാറ്റി വെച്ചിരിക്കുകയാണ്. അറിയാം, എന്താ സ്റ്റുഡൻസ് പലരും ചിലപ്പോൾ പാനിക്കായിരിക്കാം. കാരണം ഈ ഒരു രണ്ട് എക്സാംസ് കോമേഴ്സിൻ്റെ ആണെങ്കിൽ IP ആൻഡ് ബിസിനസ് സ്റ്റഡീസ് രണ്ട് എക്സാംസും കൂടിയുള്ളൂ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി cbse ബയോളജി സ്റ്റുഡൻസ് ലക്കിയാണ്. അവരുടെ കാര്യങ്ങൾ സേഫായി. അതിനുശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഉള്ളത് ബാക്കിയുള്ള എന്താ പറയുക, സയൻസുകാരാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആരും ഡെസ്പറേറ്റ് ആവണ്ട. കിട്ടിയ സമയം നമുക്ക് ഉള്ള സമയം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതൊരു ഇതാണെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ എന്താണെന്ന് പറയുക, നമ്മളുടെ ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ഇങ്ങനത്തെ COVID-19 എന്ന് പറയുന്ന ഈ ഒരു അസുഖം എല്ലായിടത്തേക്കും പടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അതോറിറ്റി പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. പുറത്ത് കൂടെ നടക്കുക, എന്താ പറയുക, അനാവശ്യമായിട്ട് യാത്ര ചെയ്യുകയൊന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മുടെ ആരോഗ്യം തന്നെയാണല്ലോ വലുത്. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും നമ്മൾ ടെൻസ്ഡ് ആവാണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ഇപ്പോൾ എല്ലാവരും സേഫാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ആ ഒരു മുൻകരുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളാണോ നമുക്ക് തരുന്നത് അത് കൃത്യമായി പാലിക്കുക. അതിനോടുകൂടി തന്നെ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അനാവശ്യമായിട്ട് ഇതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഭീതി സൃഷ്ടിക്കാണ്ടിരിക്കുക. നമ്മൾ അതിൻ്റേതായ ഗൗരവത്തോടെ നമ്മളത് എടുത്ത് അതിൻ്റെ എല്ലാ അലേർട്ട് മെസ്സേജസും നമ്മൾ പ്രാവർത്തികമാക്കി ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും അങ്ങനെ ഒരുപാട് പേര് ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് വളരെ അവനവൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല ആരോഗ്യവും നല്ല എനർജിയും കിട്ടട്ടെ. എല്ലാവിധത്തിലും എല്ലാ ദിവസവും അവർക്ക് വളരെ ഉന്മേഷത്തോടെ അവരുടെ എല്ലാ ഡ്യൂട്ടിയും വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹോളിഡേ മൂഡ് എടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു ഹോളിഡേ മൂഡ് വരും നമുക്ക്. കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാണ്ടിരിക്കുക. നമ്മൾ ഉള്ള സമയം ഇഫക്റ്റീവായിട്ട് 2-3 hours പ്ലീസ് സ്പെൻഡ് ഇറ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാംസ്. കാരണം എന്തായാലും ഇതെല്ലാം മാറും, നമ്മളുടെ ഈ അവസ്ഥയെല്ലാം മാറും. അപ്പോൾ ഉടനെ തന്നെ എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. 2 or 3 hours കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. അതോടുകൂടി തന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റായിട്ട് മൊബൈലും TV-യും മാറി മാറി പരീക്ഷിക്കുകയും കൊറോണയുടെ എന്താ പറയുക ന്യൂസസ് കണ്ടിട്ടും പിന്നെ അഡീഷണലായിട്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ന്യൂസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തെറ്റായ പ്രചരണങ്ങളൊന്നും കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾക്കിപ്പോൾ കർഫ്യൂ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് ഞായറാഴ്ച. അപ്പോൾ നമ്മൾക്ക് വീട്ടിലിരിക്കാനാണ് നിർദ്ദേശം. നമ്മൾ കഴിവതും പുറത്തേക്ക് എങ്ങും പോവാതെ അതാത് സീരിയസ്നെസ്സോടെ എടുത്തുകൊണ്ട് നമ്മളത് പാലിക്കണം. അതേസമയം തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് എത്രമാത്രം പറ്റുമോ അത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ വിധത്തിലുള്ള ആശങ്കകളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോഗ്യ പ്രതിസന്ധി ഘട്ടങ്ങളും ഒഴിവായിട്ട് തന്നെ വളരെ നല്ല ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത് വളരെയധികം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്കറിയാം, നമ്മൾ എന്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഒറ്റ മനസ്സോടെ നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാവരും തന്നെ, വിദ്യാസമ്പന്നരെന്നില്ല എല്ലാവരും തന്നെ ഒരേ ഒരു മനസ്സോടുകൂടി, എല്ലാ മനുഷ്യരും ഒരേ ഒരു മനസ്സോടുകൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തുക. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാവർക്കും മനസ്സാൽ കഴിയുന്ന സേവനം. കാരണം വീട്ടിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിലുള്ള സഹായവും ഓഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സുകൊണ്ട് എല്ലാവർക്കും ശക്തി പകരുക പറയില്ലേ. നമ്മൾ നല്ല മനസ്സ്, നല്ല ശുദ്ധമായിട്ടുള്ള ചിന്താകരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നേച്ചർ ആ ഒരു ഗുഡ് വൈബ്രേഷൻ ഉണ്ടാവും എന്നാണ് പറയുക. അതെല്ലാവർക്കും വളരെ നല്ലൊരു
അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വീടിനുള്ളിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഈ ആരോഗ്യ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ വേണ്ടി ആരൊക്കെയാണ് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ശുദ്ധമായ മനസ്സോടുകൂടി എല്ലാവർക്കും ആരോഗ്യം വീണ്ടെടുക്കാനും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം എനർജിയോടെ വളരെയധികം നല്ല ആരോഗ്യസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ആ ഒരു പ്രതിജ്ഞ നമ്മളോട് തന്നെയാവട്ടെ. ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ പറയാറില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രെയിൻ എക്സസൈസിന് വേണ്ടി നിങ്ങൾ ഹോബിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തിക തലത്തിൽ വരുമ്പോഴാണല്ലോ അത് ഇഫക്റ്റീവ് ആവുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഈ പരീക്ഷയും നേരിടാൻ വേണ്ടിയിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മനസ്സ്, റിച്ചായ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. സോ പ്ലീസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. All the best wishes to all of you. Bye bye.